എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് എന്നുള്ള തസ്തികയിലേക്ക് 2 ദിവസം മുന്നേ നടന്ന എക്സാമാണ്. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ആൻസർ എന്താണ് വരിക? ആലോചിച്ചു നോക്കൂ. ആൻസർ എന്താണ്? ഡി ആണ് കേട്ടോ. ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ആൻസർ എങ്ങനെയാണ് വരിക? ആദ്യം ഏതാ വരിക? ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. പിന്നെ എന്താ? കുളച്ചൽ യുദ്ധം, പിന്നെ ശ്രീരംഗപട്ടണം സന്ധി, പിന്നെ ഏതാ വരിക? കുണ്ടറ വിളംബരം. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ. സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരും പടി ചേർക്കുക. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി. ആൻസർ എങ്ങനെയാണ്? ആൻസർ കീ പറയണത് എ ആണ് കേട്ടോ. ഒന്നാം ലോകമഹായുദ്ധം ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. രണ്ടാം ലോകമഹായുദ്ധം എന്താണ് പറയണേ? അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. ഹിറ്റ്ലർ എന്താണ്? ഹിറ്റ്ലർ എന്ന് പറയുന്നത് തവിട്ടു കുപ്പായക്ക. പിന്നെ ബെനിറ്റോ മുസോളിനി എന്നുള്ളത് കരിങ്കുപ്പായക്കാർ. എ എന്നുള്ളതാണ് ഓപ്ഷൻ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. മിറാത്ത് ഉൽ അക്ബർ, കേസരി മറാത്ത, കോമൺവീൽ, യങ് ഇന്ത്യ. ആൻസർ എന്താണ് വരുന്നത്? അതായത് മിറാത്ത് ഉൽ അക്ബർ എന്നുള്ളത് രാജാറാം മോഹൻ റോയ്. കേസരി മറാത്ത എന്നുള്ളത് ആരാണ്? ബാലഗംഗാധര തിലക്. കോമൺവീൽ എന്നുള്ളത് ആരാണ്? മിസ്സിസ് ആനി ബെസന്റ്. യങ് ഇന്ത്യ എന്നുള്ളതോ? യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ നമുക്കറിയാം മഹാത്മാഗാന്ധി ആണെന്ന്. കേസരി നമുക്കറിയാം അല്ലെ. കേസരി എന്നുള്ളത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. അപ്പൊ അത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഗദർ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക്. ആൻസർ ഡി ആണ് പറയണേ. എങ്ങനെയാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ്. ഗദർ പാർട്ടി എന്താണ്? ലാല ഹർദയാൽ. നെക്സ്റ്റ് ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് അതിലെ ഓരോ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ പിന്നെ അതാണെന്ന് അറിയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ആൻസർ ബി നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം. ആൻസർ ബി മാംഗോ ഷവർ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്? ആൻസർ എ ജനുവരി 3. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ സി ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നുള്ളതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ആണ്. എക്കൽ വിശറികളാൽ
സമ്പന്നമാണ് ഇവിടം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. ആൻസർ ബി, ദേശീയ ജലപാത 3 NW3. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ. ആൻസർ ബി, MT വാസുദേവൻ നായർ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ആൻസർ സി, 10ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം. ആൻസർ എ, സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ആൻസർ ഡി, ദാദാഭായ് നവറോജി. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ആൻസർ ബി, നീതി ആയോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ആൻസർ സി, തൃതീയ മേഖല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബവ് ആണ് കേട്ടോ ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ആൻസർ എന്താണ് വരിക? പ്രസ്താവന 1ഉം 2ഉം 3ഉം ശരിയാണ്, 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടന ഭേദഗതി ഏതാണ്? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. എന്താണ്? 86th ഭേദഗതി, 86ാമത് ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ആൻസർ എ, മോത്തിലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ആൻസർ ബി, രാഷ്ട്രത്തലവന്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം. ആൻസർ സി, 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ആൻസർ സി, ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ആൻസർ ബി, ഉത്തരാഖണ്ഡ്. 3ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമില്ലാത്ത കമ്മിറ്റി ഏത്? ആൻസർ ബി, പാർലമെന്ററി കാര്യ സമിതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ആൻസർ എന്താണ് വരിക? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി.
സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. ആൻസർ ബി ആണ്. 1ഉം 2ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കൃഷിയും പോലീസും, ജയിലും തദ്ദേശ ഗവൺമെന്റും, വിദ്യാഭ്യാസവും വനവും. ആൻസർ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബവ് അല്ലെ? എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ്. ആൻസർ എന്താണ്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളമാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്നത് തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ആൻസർ എന്താണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാമദ്ദാർ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു. ആൻസർ എന്താണ് വരിക? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വസനനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ആൻസർ ബി എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ സി ഹീമോഫീലിയ. ശരിയായ ജോഡി കണ്ടെത്തുക. ലെപ്റ്റോസ്പൈറ ക്ഷയം, HIV ഡിഫ്തീരിയ, മൈക്കോബാക്ടീരിയം എയ്ഡ്സ്, ഫൈലേറിയൻ വിര മന്ത്. ഏതാണ് ശരിയായ ജോഡി എന്നുള്ളതാണ്. ഫൈലേറിയൻ വിര മന്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത് ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ആൻസർ എ മേഘാലയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ആൻസർ എന്താണ്? 1 ശരിയും 2 തെറ്റുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ആൻസർ സി ചിത്രശലഭം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ആൻസർ എന്താണ്? 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങളും സ്രോതസ്സുകളും. സൂക്രോസ് കരിമ്പ്, വിറ്റാമിൻ എണ്ണക്കുരുക്കൾ, മാംസ്യം പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ കൊഴുപ്പ്. ശരിയായ ജോഡിയാണ് പറയണത്. 1 ശരിയും 3 ശരിയുമാണ്. 1ഉം 3ഉം ശരിയാണ്. സൂക്രോസ് കരിമ്പ്, മാംസ്യം പയറുവർഗ്ഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ആൻസർ എന്താണ്?
ബ്ലൂ ആണ് കേട്ടോ, നീലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ആൻസർ എന്താണ് വരിക? ഉയർന്ന മർദ്ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. മിഥ്യാ പ്രതിബിംബം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സി, നാസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ആൻസർ സി, ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ആൻസർ ബി, വ്യാപ്തം വർദ്ധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ സി, ഇരുമ്പ് തുരുമ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി പരിഗണിക്കുന്നത്? ആൻസർ എ, pH 0 to 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ആൻസർ ബി, പെഗ്ഗി വിറ്റ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഡി, നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചതാരെ? ആൻസർ സി, കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരെ? ആൻസർ എ, ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ആൻസർ ഡി, PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആൻസർ ബി, ആറ്റുകാൽ ക്ഷേത്രം. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെ? ആൻസർ എ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ സി, വി സുനിൽകുമാർ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ്? ആൻസർ ഡി, കാസർഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ, ഇൻപുട്ട് ഡിവൈസ്, റാം വോളറ്റൈൽ മെമ്മറി, ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ, MICR ഇൻപുട്ട് ഡിവൈസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഏതാണ് ശരിയായിട്ടുള്ളത്? 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് എ എന്നുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട്കട്ട് കീ Ctrl+M ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ചേർക്കുവാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇതില് ഏതാണ് ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അതായത് 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ആൻസർ സി, ഐരാവത്.
കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ആൻസർ ഡി, ഇ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ടെററിസം. ഇതിലേതാണ് ഓപ്ഷൻ? ആൻസർ ബി ആണ് കേട്ടോ. ക്രാക്കിംഗ് എന്ന് പറയുന്നത് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. പിന്നെ ഫിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. പിന്നെ എന്താണ്? സൈബർ സ്ക്വാറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. സൈബർ ടെററിസം എന്ന് പറഞ്ഞ ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ബി ആണ്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ നിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടുവാനുള്ള അവകാശം. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുമെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ആൻസർ ഡി, പ്രൊട്ടക്ഷൻ ഓഫീസർ. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്? ആൻസർ എ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സ്കോ നിയമ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? വായിച്ചു നോക്കാം. ഇതിൽ ശരിയല്ലാത്തത് ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ആൻസർ സി, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ എ, മധ്യപ്രദേശ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ആൻസർ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഇവയെല്ലാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മലയാളവും ഇംഗ്ലീഷും പാർട്ടും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്സ് പാർട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.